അതെ, കേരളം വിട്ട് കർണാടകയിൽ വന്നിട്ട് ഒരു അടിപൊളി ഒരു തോട്ടം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു പ്ലോട്ടായിട്ട് ഇന്ന് ഞാൻ വന്നുള്ളത്. മൊത്തം 17 ഏക്കർ കവുങ്ങ് തോട്ടം, 3600ഓളം കവുങ്ങുകളും അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 1500ഓളം റബ്ബർ മരങ്ങളുള്ള ഒരു അടിപൊളി ഒരു തോട്ടം. മൊത്തം 17 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. സ്ഥലം വരുന്നത് നമ്മളെ കടവേന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്ര അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അതാണ് ഈ കാണുന്നത് തന്നെയാണ് പ്ലോട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാവുന്ന ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്നതാണ് നമ്പർ. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടോ. അപ്പോഴേ എന്താണ് ഈ കാണുന്നതാണ് കേട്ടോ പ്ലോട്ട്. നമുക്കത് കാണാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് കർണാടകയിലെ കടവേന്ന് ഏകദേശം കടബ താലൂക്കിൽപ്പെട്ട സ്ഥലമാണ്. കടബ ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററും അതുപോലെ തന്നെ കൊടിയമ്പാല റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്ര അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. ബൊള്ളൂർ ദേവസ്ഥാനത്തിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബൊള്ളൂർ ദേവസ്ഥാനത്താണ്, ഇവിടെ തന്നെയാണ്, അടുത്ത് തന്നെയാണ്. അവിടുന്ന് അതിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാത്ര അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. ടാറിംഗ് റോഡാണ്. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും വരാനുള്ള റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു റോഡ് നേരെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന കടവയിലോട്ടാണ്. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിന് 3 സൈഡിൽ കൂടെ റോഡുണ്ട്. ആ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട്, നമുക്ക് ഫ്രണ്ടിൽ കൂടെ റോഡുണ്ട്, അതുപോലെ തന്നെ ആ സൈഡിൽ കൂടെ റോഡുണ്ട് കേട്ടോ. 3 സൈഡിൽ കൂടെ റോഡുള്ള ഒരു 17 ഏക്കർ ഒരൊറ്റ പ്ലോട്ട്. ഇനി നമുക്ക് പ്ലോട്ടിനകത്ത് പോയിട്ട് അകത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി വിശദമായിട്ട് കാണിക്കുക. അതിന് മുന്നേ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മൾ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ പ്ലോട്ട്. ഇനി നമുക്ക് പ്ലോട്ടിനകത്ത് പോയിട്ട് കവുങ്ങും ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. എന്നാ പിന്നെ നമുക്ക് കവുങ്ങണ്ട് കാട്ടി കൊടുക്കല്ലേട്ടായേ, അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക്. തോട്ടം എന്ന് പറഞ്ഞ അച്ചാതി മുതൽ സ്ഥലമാണ്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കവുങ്ങും തോട്ടം എന്ന് പറഞ്ഞാൽ ലെവലായിട്ട് കിടക്കണ 3600ഓളം കവുങ്ങുകൾ, അടിപൊളി ഒരു ഇന്റർമംഗള ഇനത്തിൽപ്പെട്ട കവുങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു തോട്ടം കണ്ടില്ല നിങ്ങൾ. കവുങ്ങൊക്കെ നല്ലോണം കായ്ച്ച് കിടക്കണേ. ഇത് കണ്ടില്ല നിങ്ങൾ. ഫുള്ള് നല്ല നീറ്റായിട്ട് കൊണ്ടു കിടക്കണം. അതാണ് ചെറിയ കവുങ്ങിൽ വരെ അത്യാവശ്യം നല്ല കായും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കണം നിങ്ങൾ, നല്ല നീറ്റായിട്ട് വെട്ടിപ്പായിട്ട് നോക്കിക്കൊണ്ട് നടക്കുന്ന അടിപൊളി ഒരു തോട്ടം തന്നെയാണ്. മൊത്തം 17 ഏക്കർ ഒരൊറ്റ പീസ് പ്ലോട്ടാണ്. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഫുള്ള് ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ഇതാക്കണം. ഫുൾ നമുക്ക് തോട്ടം മൊത്തം നനയ്ക്കാനുള്ള സ്പ്രിംഗ്ലർ, പൈപ്പ് എന്ന് വേണ്ട എല്ലാവിധ സംഭവങ്ങളും ഈ ഒരു പ്ലോട്ടിനകത്ത് റെഡിയാണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഇതേപോലെ സ്പ്രിംഗ്ലർ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇന്റർമംഗള ഇനത്തിൽപ്പെട്ട വളമൊക്കെ ഇട്ട് കണ്ടില്ല നിങ്ങൾ. ഫുള്ള് നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് നടക്കുന്ന തോട്ടമാണ്. വളമൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ ഇതും ക്ലിയർ ആയിട്ട് തന്നെ നോക്കിക്കൊണ്ട് നടക്കുന്നതാണ്. ഇനി ഇങ്ങോട്ട് വരും. ഇത് കവുങ്ങ് തോട്ടമായിട്ട് കുഴി ഉണ്ടല്ലോ, അങ്ങനെ ഇറങ്ങി റബ്ബർ പോലെയല്ല, റബ്ബറുമാരിക്കല്ല. പിന്നെ ഇതാണ് ഇതേപോലത്തെ പഴയ കുറച്ച് കവുങ്ങളെ ഏകദേശം ഇത് 300 എണ്ണം അല്ലേ. ഇത് മംഗള ഇനത്തിൽപ്പെട്ട കവുങ്ങളാണ്. ഏകദേശം ഒരു 300 എണ്ണം ഇതേപോലത്തെ ഉണ്ട്. ഇങ്ങോട്ട് വരും. ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ. ഇങ്ങോട്ട് പോവാ, കാണിച്ചു കൊടുക്കാം നമുക്ക്. മൊത്തം ഈ കവുങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ. നല്ലോണം എന്താ പറയുക, നല്ല രീതിയിൽ അല്ലേ, നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് നടക്കുന്ന നല്ല കായഫലം കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇന്റർമംഗള ഇനത്തിൽപ്പെട്ട കവുങ്ങളാണിത്. ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ, അടിപൊളിയായിട്ട് ഉണ്ടാവും ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് വളം ഇട്ടുങ്ങാണ്ടും മരുന്നടിച്ചുങ്ങാണ്ടും ഒക്കെ നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തൊരു കുളമുണ്ട്. അതുപോലെ തന്നെ 3 എന്താ പറയുക ബോർവെൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നും നമ്മൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് റബ്ബർ ഉണ്ട്, അതും കാണിച്ചു കൊടുക്കണം അല്ലേ നമുക്ക്. പിന്നെ ഇങ്ങോട്ട് നോക്കേട്ടെ, കാടെല്ലാം കൊത്തി നല്ല നീറ്റാക്കിയിട്ടേക്ക്. എവിടെ ഒരു പുല്ലോ സംഭവങ്ങളോ അങ്ങനെ വലിയ കാടുകളോ ഒന്നുമില്ല. ഇപ്പം നമ്മൾക്ക് ഇറങ്ങി വരുന്നിടത്തുള്ളൊരു ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കവുങ്ങുമലൊക്കെ കണ്ടില്ല, അതൊക്കെ കണ്ടില്ല. ചെറിയ ചെറിയ കവുങ്ങുമലൊക്കെ കായ പിടിച്ചു കണ്ടില്ലേ. പിന്നെ വേറെ 3 വർഷം കായ്ക്കണം. 1.5 ലക്ഷം വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കും നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് കാണിക്കാം. ആദ്യം നമുക്ക് ആ കുളം ആണ് കാണിച്ചു കൊടുക്കാം. നമുക്ക് കുളം കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പിന്നെ ഫാമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ബെസ്റ്റ് പ്ലോട്ട് തന്നെയാണ്. അതെ, ഇനിയിപ്പോൾ ഒരു ഇൻവെസ്റ്റ് ആയിട്ടൊക്കെ ഒരു സ്ഥലങ്ങളൊക്കെ ഇതുപോലെ കുറച്ച് കൂടുതൽ സ്ഥലമൊക്കെ മേടിച്ചിടണൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഓൽക്കും പറ്റും. പശു ഫാമോ അതുപോലെ ആട് ഫാം, പിന്നെ പോത്തിനൊക്കെ കൊണ്ടുപോയി വിട്ടാൽ മതി. നമ്മൾ ഈ ഒരു 17 ഏക്കറിന്റെ ചുറ്റുപാടിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പിന്നെ വീടുകളുള്ളൂ. പോത്തിനൊക്കെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ എന്താ പറയാ, പിന്നെ പുല്ല് വെട്ടേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. ഇങ്ങോട്ട് വരിക, ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിൻ്റെ സൗകര്യത്തിനെന്ന് പറഞ്ഞാൽ പറ്റാത്ത വെള്ളമുള്ള കുളമുണ്ട്. മൊത്തത്തിൽ നോക്കിക്കോളിട്ടോ, ഫുള്ള് മണ്ണുള്ള സ്ഥലം തന്നെയാണ്. ഒരു കല്ലോ വെട്ടുപാറ അങ്ങനത്തെ കരിങ്കൽ പാറയോ അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് നല്ല മണ്ണുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മേലേക്ക് നമുക്ക് നമ്മളെ തോട്ടം റബ്ബറാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, വെള്ളത്തിന് കുളം
വെള്ളമൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 365 ദിവസം വെള്ളം കിട്ടും കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കയറി വന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണ്. ഇനി നമുക്ക് റബ്ബർ കാണിക്കാം കേട്ടോ. 1500ഓളം റബ്ബർ മരങ്ങളുണ്ട്, 430 ഇനത്തിൽപ്പെട്ടത്. ഇത് വരി. ഇങ്ങോട്ട് വരൂ. റബ്ബർ മരങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ കാണിക്കാം അല്ലേ? ഇതാണ് അടിപൊളി റബ്ബറുകളല്ലേ? നല്ല കിടിലം റബ്ബർ മരങ്ങൾ. 430 ഇനത്തിൽപ്പെട്ട 1500ഓളം റബ്ബർ മരങ്ങൾ. ഇങ്ങോട്ട് വരും. പ്ലാറ്റ്ഫോറൊക്കെ കണ്ടില്ല നിങ്ങൾ, ഫുള്ള് ലെവലായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നതാണ്. മരമൊന്നും കണ്ടില്ല നിങ്ങൾ, ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗത്താണ് ഇതുവരെ വെട്ടി, പിന്നെ പ്ലാസ്റ്റിക് ഇട്ടത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇനി ഇവിടുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആയുഷ്കാലം മുഴുവൻ നിങ്ങൾക്ക് ഈ റബ്ബറിൽ വെട്ടാം. പാലെടുത്ത് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ ഒന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. മിഷ്യൻപരം പോപ്പരല്ല, നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു നിലവിൽ പാലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡ്രം ഇറക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വണ്ടികളൊക്കെ ഏത് വണ്ടികൾ വേണമെങ്കിലും നമ്മളെ തോട്ടിലോട്ട് വരും. പിന്നെ ഏത് പാതിരാത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാപ്പിംഗ് ആക്കി നടക്കാനും ഒന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് മരം ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല. പിന്നെ ഈ കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ടില്ലേ, ആ കാണുന്നതാണ് നമ്മളെ കവുങ്ങ് തോട്ടം മൊത്തം കിടക്കുന്നത്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കാനുള്ളത്? ഇനി കുളമുണ്ട്, ഇനി നമുക്ക് കുളം, അവിടെ ബോർവെല്ലുണ്ട്, ഒരു വീടുണ്ട്, അങ്ങനെ കുറെ ഇനിയും നടക്കാണ്ട് നമുക്ക്. അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു ഏരിയ മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് പോകാം അല്ലേ? ഈ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ആദായം കിട്ടുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ നടന്ന് ഏകദേശം ഗൾഫിലുള്ള ആൾക്കാരോ അതല്ലേ പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലോട്ടാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുത്തിടാം, ഭാവിയിലേക്ക് ഒരു അസറ്റായിട്ട് മാറുകയും ചെയ്യും അല്ലേ? നമ്മളിപ്പോൾ നടന്ന് പ്ലോട്ടിന്റെ ഏകദേശം ഒരു സെന്റർ ഭാഗത്തേക്കൊക്കെ എത്താനായിട്ടുണ്ട് അല്ലേ? ഫ്ലാറ്റൊക്കെ ഫുള്ള് ക്ലിയർ ആട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു 17 ഏക്കറിന്റെ ചുറ്റുഭാഗമാണ് കേട്ടോ വീടുകളുള്ളത്. അടുത്തടുത്ത് വീടുകൾ കുറവാണ്. മൊത്തം 17 ഏക്കറിൻ്റെ ബൗണ്ടറിക്ക് അപ്പുറത്ത് വീടുകളാണുള്ളത്. നമുക്ക് ഈ ഒരു സ്ഥലം കടവ ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്ത് പോയിട്ട് അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോഴേ നമ്മൾ വന്ന റോഡാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വന്ന റോഡും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ കവുങ്ങും കണ്ടു നമ്മൾ, അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തുള്ള റബ്ബറും കണ്ടു കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്ത് ഫുള്ള് ലെവലായിട്ട് കിടക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വീട് വെക്കാം. ഇപ്പം നിലവിൽ വീടുള്ളത് കുറച്ച് ആ ഒരു ഭാഗത്താണ് കേട്ടോ. അത് നമുക്ക് പോയിട്ട് കാണാം. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ ഒരുവിധം ലെവലായിട്ട് തന്നെ കിടക്കണ സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് മേലെ ഭാഗത്ത് ആ ഒരു ഭാഗത്ത് കുറച്ച് റബ്ബറും കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഭാഗത്തും കുറച്ച് റബ്ബറാണുള്ളത്. ആ റബ്ബർ അവിടെയുള്ള റബ്ബറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഈ ഒരു ഭാഗത്ത് റബ്ബറുണ്ട്, അതുപോലെ തന്നെ അതിനകത്തൊരു വെള്ളത്തിൻ്റെ ടാങ്കും ഉണ്ട്, അതും കൂടിയും കാണാം. പിന്നെ വീടുള്ളത് ആ ഭാഗത്താണ്. ഇനി നമുക്ക് ആദ്യം ഇവിടെ കണ്ടിട്ട് നേരെ വീടിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഇനി നമുക്ക് കുറച്ച് കൊക്കോ ഉണ്ട്, അതും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? പറമ്പിൻ്റെ ഇടവഴി ഇതാണ്. ഇതേപോലെ കൊക്കോകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ കവുങ്ങുള്ള സ്ഥലത്ത് അധികം കൊക്കോ അധികം വെക്കലില്ല ആൾക്കാർ. അപ്പൊ ഇടയ്ക്കും തലക്കൊക്കെ മാത്രമേ കൊക്കോ ഉള്ളൂ. പിന്നെ നനയ്ക്കാനുള്ള സ്പ്രിംഗ്ലർ എല്ലാം ഉണ്ട് എല്ലായിടത്തും. ഇതേപോലെ സ്പ്രിംഗ്ലർ എല്ലാം ഫുള്ള് എല്ലാ ഭാഗത്തും ഇതാണ് പൈപ്പ് ഇട്ടിട്ടുണ്ട്. എന്താ പറയാ, നനയ്ക്കാനൊന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇങ്ങോട്ട് വാ. നമ്മളിപ്പോൾ അവിടുത്തെ മരങ്ങൾ നമ്മൾ ഏകദേശം ആ ഒരു ഭാഗത്ത് 1100ഓളം റബ്ബറുകൾ അല്ലേ? പിന്നെ ഈ ഒരു ഭാഗത്താണ് ഇവിടെ 400ഓളം റബ്ബർ മരങ്ങൾ, 430 ഇനത്തിൽപ്പെട്ട എല്ലാം ഒരേ പ്രായമുള്ള മരങ്ങളാണ്. ഒക്കെ നല്ല വണ്ണവും കാര്യമുള്ള മരങ്ങളാട്ടോ. ഉണ്ടല്ലേ? നല്ല പാലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന, എന്നാൽ വെട്ടാനും അതുപോലെ തന്നെ പാലെടുത്ത് നടക്കാനൊക്കെ നല്ല സൗകര്യമുള്ള നല്ലൊരു തോട്ടം തന്നെയാണ് അല്ലേ? അധികം കുന്നോ മലയോ അങ്ങനത്തെ എന്താ പറയുക ചെരുവോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എല്ലായിടത്തേക്കും നടന്നെത്താൻ പാകത്തിനുള്ള സ്ഥലമാണ് കേട്ടോ. ഏത് പാതിരാത്രി വേണമെങ്കിലും നമുക്ക് ടാപ്പിംഗ് ആക്കി നടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇനി ഇങ്ങോട്ട് വരി. ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ റോഡ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഈ ഒരു ഭാഗത്ത് പ്ലോട്ടുകളായിട്ട് തിരിക്കാനും പറ്റും. ഇതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 1.5 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന വാട്ടർ ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞത്. താഴെ നമുക്ക് ആ കുളത്തുനിന്ന് ഇങ്ങനെ നേരെ ഇതിനകത്തോട്ട് വെള്ളം അടിക്കുകയാണ്. ഫുള്ളാകുമ്പോൾ പൈപ്പ് ഓണാക്കും, നേരെ മൊത്തം കവുങ്ങെല്ലാം നനച്ച് ക്ലിയർ ആക്കുകയും ചെയ്യും കേട്ടോ. ഇങ്ങോട്ട് വരും. റോഡ് ഈ ഒരു ഭാഗത്താണ്, അങ്ങോട്ടൊക്കെ വീടുകളുണ്ട്. ജസ്റ്റ് ഇവിടുന്ന്
ആ കാണുന്നത് ടാറിങ് റോഡാണ് കേട്ടോ. ആ വീട് കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ട ടാറിങ് റോഡാണ് കാണുന്നത്. ചുറ്റുപാട് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ഈ ഒരു ഭാഗത്തും ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല ഇത് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ പോയി വീട് കാണിക്കണോ അതോ ഇതിൽ പോകണോ? ഇനി നമുക്ക് നമ്മളെ തോട്ടത്തിൽ കൂടെ തന്നെ പോകാം. തോട്ടത്തിൽ കൂടെ കാണിക്കാം അല്ലേ? അതെ, കുറേ നടക്കാണ്ട്. ബാന്നാ ഇടുവാ. ഈ ഭാഗത്തെ റബ്ബർ മരങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്തില്ലല്ലോ. ഇല്ല, അത് കാണിച്ചു കൊടുത്തില്ലേ? ഇതാണ് മരങ്ങളൊക്കെ കണ്ടില്ല നിങ്ങൾ? നല്ല നല്ല മരങ്ങളാണ്. കിട്ടില്ല മരങ്ങളാട്ടോ, കണ്ടില്ലേ? ഈ ഒരു ഭാഗത്താണ് ഇതുവരെ ടാപ്പിംഗ്. അവിടുത്തെ അതേപോലെ തന്നെ സെയിം. അതെ, ഇവിടെ ഇതേപോലെ തന്നെ ടാപ്പിംഗ് ആക്കി നശിപ്പിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് ഇതേപോലത്തെ മരങ്ങൾ കുറേ ഉണ്ട് നമ്മളെ പ്ലോട്ടിനകത്തൂടെ. കാട്ടുമരങ്ങളായിട്ട് കുറേ ഉണ്ട് ഇതേപോലെ. അതിരുവഴിയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കാട്ടുമരങ്ങൾ വേറെ ഉണ്ട്. തേക്കൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേറെ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് താഴെ വീട് കാണാൻ പോകല്ലേ? വീട് കാണിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെ പിന്നെ നമ്മൾ റോട്ടിലേക്ക് എത്തി. ഇതാണ് നമ്മളെ വണ്ടി കിടക്കണുണ്ടെങ്കിൽ അന്നേരം വണ്ടി ഇങ്ങോട്ടും വരും, വീടിന്റെ മിറ്റം വരെ പോവും. പിന്നെ ഇതുണ്ടല്ലോ ഞങ്ങള് മാവ്, ഇതേപോലത്തെ മാവുകളുണ്ട് നമ്മുടെ പ്ലോട്ടില്. പിന്നെ വലിയ മാവില്ലേ? മാവുണ്ട്, പ്ലാവുണ്ട്. ഇതൊക്കെ കണ്ടില്ല ഞങ്ങൾ വലിയ വലിയ മരങ്ങളുണ്ട് കേട്ടോ. അതേപോലത്തെ നമ്മൾ ഈ ഒരു പ്ലോട്ടിക്ക് മംഗലാപുരത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 78 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് എന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഇത് കണ്ടില്ല ഞങ്ങൾ? ഇതൊക്കെ മാവ് തന്നെയാണ് അല്ലേ? ഇതൊക്കെ വലിയ വലിയ മാവാണ്. വലിയ വലിയ മാവുകളല്ലേ? ഇങ്ങോട്ട് വരി. കുറേ ഉണ്ട് കേട്ടോ നടക്കാൻ. ഫുള്ള് നോക്കിക്കോളി. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുക, 1 മിനിറ്റ് വീഡിയോ അല്ല നമ്മൾ ഇടുന്നത്. ചിലപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറച്ച് കൂടും. അപ്പം വീഡിയോ ഫുള്ള് ഇരുന്ന് കണ്ടതിന് ശേഷം ഫുള്ള് ഇരുന്ന് കണ്ടിട്ട് ദൂരത്തുനിന്നാണ് വരുന്നത്, അത് ശ്രദ്ധിക്കുക. ഫുള്ള് കാണിക്കാൻ പറ്റുന്നിടത്തോളം ഭാഗങ്ങൾ നമ്മൾ ഒരുവിധമൊക്കെ കാണിക്കുന്നുണ്ട്. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക, കാണാൻ വരിക അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ വഴി തന്നെ കണ്ടില്ല നിങ്ങൾ? വലിയ വണ്ടി അടക്കം പോകാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡൊക്കെ ഏത് വണ്ടിയും വീടിൻ്റെ മുറ്റത്തേക്ക് ചെല്ലും. പിന്നെ ഈ ഒരു കർണാടകയിൽ വന്ന് എത്ര വെള്ളം അടിച്ചു കഴിഞ്ഞാലും ഫുള്ള് ഫ്രീ ആണ്. ഇങ്ങോട്ട് വരി, കാണിച്ചു തരാം. ഇതാണ് വെള്ളം 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ ഇരുന്ന് വെള്ളം അടിച്ചു കഴിഞ്ഞാലും ഇവിടെ ഫുള്ള് ഫ്രീ ആണ്. കറണ്ട് ഫ്രീ ആണ്. ഒരു പൈസ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ കണക്ഷനാണ് കേട്ടോ. ഫുള്ള് നനയ്ക്കാനുള്ള വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ബോർവെല്ലൊക്കെ എവിടെയാണ് നമ്മൾ ബോർവെൽ കാണിക്കേണ്ട? നമുക്ക് ഫസ്റ്റ് ബോർവെല്ലാക്കണേ ആ ഒരു ഭാഗത്താണ് കേട്ടോ. ഒരു ബോർവെൽ അവിടെ താഴെ ഭാഗത്താണ് കേട്ടോ, ആ ഭാഗത്ത് അവിടെയാണ്. പിന്നെ നമുക്ക് ഒരു ബോർവെല്ലുള്ളത് അവിടെ വീട്ടിലാണ്, വീടിൻ്റെ അടുത്താണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. അല്ലേ? നടന്നു വരുന്ന വഴികളിൽ അപ്പുറമൊക്കെ ഫുള്ള് കവുങ്ങാണ്. പിന്നെ അതിൻ്റെ മേലെ ഭാഗത്തോട്ടാണ് റബ്ബർ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തോട്ട് റബ്ബർ, ഫുള്ള് റബ്ബർ. കുറേ നടക്കാനുണ്ട് അല്ലേ? ആ, നല്ലൊരു തോട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് പറമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് കറണ്ടിൻ്റെ കണക്ഷൻ തന്നെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു ഫാമൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പോസ്റ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കറണ്ടൊക്കെ എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റും കറണ്ടിൻ്റെ കണക്ഷനും എല്ലാം നമുക്ക് പ്ലോട്ടിൽ കൂടെ തന്നെ മൊത്തത്തിൽ പോകുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇതാണ് സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. ഇനി ഇടുക. ഈ ഒരു ഭാഗത്തും കറണ്ടിൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് അവിടെയും ബോർവെല്ലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടേക്ക് എത്തിയില്ലേ? വീടിൻ്റെ അവിടെ എത്തി. ഇത് കുറേ വലിയ തോട്ടാകുമ്പോൾ കുറേ നടക്കാണ്ടാവും അല്ലേ? പിന്നെ ഈ ഒരു ഭാഗത്തും കറണ്ടിൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇപ്പോൾ നമ്മളെ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള ചെറിയൊരു വീടാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ബാത്റൂമുണ്ട്, റൂമുകളുണ്ട്, എല്ലാ സൗകര്യമുള്ളൊരു വീടാണ്. പിന്നെ നമുക്ക് തെങ്ങുകളുണ്ട്. ഇതേപോലത്തെ തെങ്ങുകൾ ഏകദേശം എത്ര പറഞ്ഞ്? തെങ്ങുകൾ ഏകദേശം ഒരു 8-10ഓളം തെങ്ങ് പറമ്പിൻ്റെ അടുക്കൽ അതുപോലെ കുറേ ഉണ്ട്. പിന്നെ ഇതാണ് ഇതേപോലത്തെ പുതിയ തെങ്ങുകളുണ്ട് അല്ലേ? ഇതേപോലെ ചെറിയ കായ്ക്കാനായിട്ടുള്ള തൈത്തെങ്ങ് ഏകദേശം ഒരു 10-35ഓളം തൈത്തെങ്ങും കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ ഇതൊക്കെ ഏകദേശം കായ്ക്കാനൊക്കെ ആയിട്ടുള്ള തെങ്ങുകളാണ്, പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങുകളാട്ടോ. പിന്നെ നമുക്ക് തേക്കുകളുണ്ട്. തേക്കുകൾ ഏകദേശം ഒരു 23 അല്ലേ? 23ഓളം തേക്ക് മരങ്ങളുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും പശുക്കളൊക്കെ വളർത്താനുള്ള സൗകര്യത്തിനുള്ള ചെറിയൊരു പശുത്തൊഴുത്തും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇതാണ് ഇവിടെ ഒരു ബോർവെല്ലുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സോളാർ അടയ്ക്കൊക്കെ ഉണക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സോളാർ അടയ്ക്ക ഉണക്കാം. അതുപോലെ തന്നെ ഒട്ടുപാലം ഉണക്കാം ഉള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വീട് വെക്കാം. പിന്നെ നമുക്ക് തേക്കുകൾ കണ്ടില്ല? അതേപോലത്തെ തേക്കുകൾ നമുക്ക് ഏകദേശം ഒരു 10-23ഓളം തേക്കുകൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. അത്യാവശ്യം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉള്ള തേക്കുകളാണ്. അത് കാണിച്ചു കൊടുത്തത്. പിന്നെ നല്ല വണ്ണുള്ള മരങ്ങളല്ലേ? ഇനി ഇങ്ങോട്ട് വാ. ഈ ഒരു ഭാഗത്ത് തേക്കുകളുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഈ ഒരു സൈഡ് കണ്ടില്ലേ റോഡ്, സ്റ്റാർട്ടിങ്ങിൽ കണ്ട റോഡില്ലേ, ആ റോഡ് ഇതാണ്. ഇതുവരെ എൻ്റെ വരെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തോട്ടാണെങ്കിലും വീടുകളുണ്ട്.
ഇതുവരെ റോഡ് വരുന്നുണ്ട് നമുക്ക്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലോട്ടുകളായിട്ട് പകുതി ഈ ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ പകുതി മുറിച്ച് കൊടുക്കാം. അതിനൊക്കെ പറ്റുന്നൊരു പ്ലോട്ട് തന്നെയാണ്. എല്ലാ ഭാഗത്തോട്ടും വീടുകളുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്തോട്ട് അങ്ങോട്ടാണെങ്കിലും വീടുകളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തെ ഭാഗം കാണിച്ചു കൊടുക്കാം അല്ലേ? നമുക്ക് കുറച്ച് ജാതി മരങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് പോയൊക്കല്ലേ? പോയി നോക്കാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ പച്ചപ്പായിട്ട്, അതായത് കല്ലൊന്നുമില്ല, ഫുള്ള് മണ്ണാണ്. എവിടെ ഒരു വെട്ടുകല്ലോ കരിങ്കൽപ്പാറ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. നല്ല മണ്ണുള്ള സ്ഥലം. ഇനി അടുത്തത് പഴയ ഉരുളത്, പണ്ടത്തെ ആട്ടുകല്ലോ ഉരലോ അങ്ങനെ എന്തോ സംഭവമാണിട്ടത്. പഴയ വീട്, അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പാകത്തിനുള്ള ഒതുങ്ങിയൊരു ചെറിയ വീടാണ്. നമ്മളടുത്തത് പോണത് ജാതി കാണാനാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഭാഗത്തോട്ട്. ഈ ഒരു ഭാഗത്തോട്ടാണെങ്കിലും ഇവിടെ കവുങ്ങുകളാണ്. തോടും പോകുന്നുണ്ട്. കുറേ ഉണ്ടല്ലേ നടക്കാൻ? കുറേ നടക്കാനുണ്ട്. ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ചെറിയൊരു തോട് പോകുന്നുണ്ട് അല്ലേ? കവുങ്ങ് കണ്ടില്ല, നല്ല അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള കവുങ്ങുകളാണ് കേട്ടോ. കുറച്ച് ജാതിയല്ലേ ഉള്ളൂ? 6 ജാതി അല്ലേ? അതെ അതെ. ഇതാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള ജാതി മരങ്ങൾ. അങ്ങനെ നമ്മൾ നടന്നിട്ട് എത്തുന്നില്ല ജി? നടന്നിട്ട് എത്തുന്നില്ല. ചേട്ടായി കുറേ അങ്ങ് എത്തിയില്ലേ? ആ, ദുനിയാവ് കുറേ നടക്കാണ്ട്. 17 ഏക്കറല്ലേ? അങ്ങനെ ഇതാക്കണേ. ഇതാണ് ജാതി മരങ്ങൾ പറഞ്ഞാൽ നല്ല കായ്ക്കണ ജാതി മരങ്ങളാണ് കേട്ടോ. കണ്ടില്ലേ? പിന്നെ ഇതാണ് സൈഡിൽ കൂടെ ഒരു തോടും ഒഴുകുന്നുണ്ട്. ഈ ഒരു സൈഡിൽ കൂടെ തോടല്ലേ? നല്ല വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ? ഇപ്പം നമ്മൾ പറമ്പിൻ്റെ ഈ ഒരു ഇങ്ങേ സൈഡിലാണ് വന്ന് നിൽക്കുന്നത്, ഒരു അറ്റത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ചങ്കാളെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പർ നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് ഓണറായിട്ട് തന്നെ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കർണാടകയിലാണ്. കടബ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ വിലയും ഡീറ്റെയിൽ അറിയാൻ ഓണറെ വിളിച്ചോളി. ഡയറക്റ്റ് തന്നെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറെ നേരിട്ട് തന്നെ വിളിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.